നമസ്കാരം. ഇന്ന് നമുക്ക് ഞാൻ പിന്നെ ഇത് മാന്തൽ വെട്ടിയെല്ലാം നങ്ക വെട്ടി കഴുകിയെല്ലാം വൃത്തിയാക്കി വെച്ചു. ഇനി അത് നമുക്കൊന്ന് പറ്റിക്കാൻ. അപ്പോൾ ഒരു മുറി തേങ്ങ ഞാൻ അടല ആയതുകൊണ്ട് ഞാനിത് ഇങ്ങനെ ആക്കി വെച്ച് ഇനി അതൊന്ന് ചതയ്ക്കണം. പിന്നെ അതിന് വേണ്ടിയ സാധനം മുളക് പൊടി, ചെറിയ ഉള്ളി ചതച്ചിടാം, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ ഇഞ്ചി, പിന്നെ പച്ചമുളക്, ഇത്രയും തേങ്ങയും കൂടെ അതിൻ്റെ കൂടെ തന്നെ. അപ്പോൾ ഇത്രയും എടുത്തിട്ടുണ്ട്. ഞാനിനി നിങ്ങളത് ചതച്ചിട്ടൊന്ന് ബാക്കി കാണിക്കും. നമ്മൾ ഉപ്പിടുകയാണ്, അരപ്പ് ചേർക്കുകയാണ്. കുറച്ച് വെള്ളം ഒഴിച്ച് അരപ്പ് മിക്സ് ചെയ്യുകയാണ്. നങ്ക് മീനാണ്. നമ്മുടെ ആലപ്പുഴയൊക്കെ ഇതിന് പറയുന്നത് നങ്കെന്നാണ്, ഇവിടെ പറയുന്നത് മാന്തൽ. ശകലം കൂടെ ഉപ്പ് ചേർക്കുകയാണ്. കരിയാപ്പല ഇടും, പക്ഷെ ഇപ്പോൾ എൻ്റെ കയ്യിൽ കരിയാപ്പല ഇല്ല. നോക്കട്ടെ, ഉണ്ടെങ്കിൽ ശകലം ചേർക്കാം. ഇനി വെള്ളമൊന്നും ഒഴിക്കേണ്ട. മീനിന് ചെറിയ വെള്ളമുണ്ട്, അത് കാരണം ഇനി വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഗ്യാസ് കത്തിക്കാൻ പോവാണേ. അടച്ച് പറ്റണം. 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ്, അതിൽ കൂടുതൽ വേണ്ട. അത് നമുക്ക് വെള്ളം പറ്റുന്നതനുസരിച്ച് പറ്റിച്ചെടുക്കുന്നതല്ലേ, അതിപ്പം നമുക്ക് വെള്ളം പറ്റുന്നതനുസരിച്ച് നമുക്ക് താത്ത് വെക്കാം. ഞാൻ മീനൊന്ന് ചുറ്റി വെക്കുകയാണ്. ഇതിൻ്റെ വെള്ളം എന്തും വേണ്ടിയുണ്ടെന്ന് അറിയണ്ടേ നമുക്ക്. മീനിനൊരു വെള്ളമുണ്ടല്ലോ, ആ വെള്ളം പറ്റട്ടെ. 5 മിനിറ്റ് കൂടി ഇരിക്കണം. അപ്പം കൂട്ടുകാരെ, നമുക്ക് മീൻ പറ്റിയോന്നൊന്ന് നോക്കട്ടെ. ഉപ്പുണ്ടോയെന്ന് ആദ്യം നോക്കട്ടെ. ഉപ്പെല്ലാം ഉണ്ട്, സൂപ്പർ. കൂട്ടുകാരെല്ലാം ഒന്ന് വെച്ച് നോക്കണേ. ഇനി ശകലം വെളിച്ചെണ്ണയും കൂടി ഇതിൻ്റെ മുകളിൽ ഒഴിച്ചിട്ട് നമുക്ക് ഓഫ് ചെയ്യാം ഗ്യാസ്. എല്ലാവരും ഒന്ന് വെച്ച് നോക്കുക ഇതുപോലെ കേട്ടോ. അടിപൊളി മീൻ കൂട്ടാനാണ്. ഞാൻ മല്ലിപ്പൊടി ചേർത്തിട്ടില്ല, അതുകൂടെ പ്രത്യേകം പറയുകയാണ്. ശകലം ഇരുന്നാൽ നാളത്തേക്ക് ഇരുന്നാൽ കേടായി പോകണ്ട. ഓക്കേ.